ഹായ്, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. രസകരം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, ബട്ട് ഇപ്പോൾ ഒരു ഡേഞ്ചർ ആയിക്കൊണ്ടിരിക്കുകയാണ്. പോപ്കോൺ ബ്രെയിൻ. എന്താണ് ഈ പോപ്കോൺ ബ്രെയിൻ? നിങ്ങളുടെ മനസ്സ് ഒരു പാനിൽ പൊട്ടിപ്പോകുന്ന പോപ്കോൺ മണികൾ പോലെ ഒരു ചിന്തയിൽ നിന്ന് മറ്റൊരു ചിന്തയിലേക്ക് ചാടുന്നത് പോലെ തോന്നിയിട്ടുണ്ടോ? അതെ, അതാണ് പോപ്കോൺ ബ്രെയിൻ. ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ യുഗം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന സമയത്തിൻ്റെ അളവ് വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും. ഇപ്പോൾ യൂട്യൂബിലൊക്കെ ആണെങ്കിൽ ഷോർട്സുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫേസ്ബുക്കിൽ റീല്, ഇൻസ്റ്റയിലാണെങ്കിലും റീൽസ്, അങ്ങനെ ഈ റീൽസൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു റീലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 30 to 60 സെക്കൻഡ്സ്, 1 മിനിറ്റ് അത്രയൊക്കെ ഉണ്ടാവുള്ളൂ മാക്സിമം. അപ്പോൾ ഓരോ റീലിൽ നിന്നും മറ്റൊരു റീലുകൊണ്ട് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സമയം നമ്മൾ അതിൽ ചിലവഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ യുവർ ടൈം ഓൺ ഫേസ്ബുക്ക് നോക്കുമ്പോൾ ഒരു ദിവസം തന്നെ ചിലപ്പോൾ 2, 3, 4 മണിക്കൂർ, ഇപ്പോൾ 4 മണിക്കൂർ ഇപ്പോൾ മിനിമം ഒരുപാട് പേര് ജോലി സമയത്തെല്ലാം ഇപ്പോൾ ഫേസ്ബുക്കും യൂട്യൂബൊക്കെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ പോപ്കോൺ ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ അവിടെ ആ ഒരു രീതിയിലോട്ട് നമ്മൾ ചെറുതായിട്ട് അഡിക്ഷനായിട്ട് മാറി വരുന്നുണ്ട്. ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ ജോലി സമയത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത്, ഉദാഹരണത്തിന് ഒരു ബുക്ക് വായിക്കുക, അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ ഫോണിലൊരു മെസ്സേജ് വന്നു അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ സൗണ്ട് വന്നു. ആ നോട്ടിഫിക്കേഷൻ സൗണ്ട് വന്ന പാടെ നമ്മൾ അതിലോട്ട് എടുത്ത് നോക്കാനുള്ളൊരു തീവ്രമായ മനസ്സ്, അതാരാണ്, എന്താണ്, ഒരു ക്യൂരിയോസിറ്റി നമുക്കുണ്ടാവില്ലേ? അപ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റിൻ്റെ ഇതിൽ നമ്മൾ ആ നോട്ടിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് ഫേസ്ബുക്കിലാണ് അല്ലെങ്കിൽ യൂട്യൂബിലാണ്. അപ്പോൾ നമ്മൾ അത് നോക്കുന്നത് മാത്രമല്ല, നമ്മൾ അതൊന്ന് സ്ക്രോൾ ചെയ്യുന്നു. ആ സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മളൊരു വീഡിയോ കാണുന്നു. അതൊരു ഷോർട്ട് വീഡിയോ ആണ്. ആ ഷോർട്ട് വീഡിയോയിൽ ഇൻട്രസ്റ്റായി നമ്മൾ ആ വീഡിയോ ഫുൾ ഇൻട്രസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് യൂട്യൂബ് ആയാലും ഫേസ്ബുക്കിൽ അതേപോലുള്ള മറ്റുള്ള വീഡിയോസ് നമുക്ക് റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ നമ്മൾ അതും ഇങ്ങനെ കാണും. അപ്പോൾ നമ്മളൊരു നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നമ്മൾ അതിലോട്ടാണ് ഡീവിയേറ്റ് ആയി. ആ ഡീവിയേറ്റ് ചെയ്ത് പിന്നെ അതിലോട്ട് നമ്മൾ അങ്ങ് ആയിപ്പോയി. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തിരുന്ന ജോലി ആവട്ടെ, എന്തെങ്കിലും മറ്റു ചെയ്യുന്ന പ്രവൃത്തി ആവട്ടെ, ആ സംഭവം തന്നെ നമ്മൾ മറന്നുപോയി. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ നമ്മുടെ ചെയ്തിരുന്ന ജോലിയെ, പ്രവൃത്തിയോ ഹൈജാക്ക് ചെയ്തു. അത് നേരെ നമ്മളുടെ മൈൻഡിനെ അങ്ങോട്ട് കൊണ്ടുപോയി. അതാണ് ഈ പോപ്കോൺ ബ്രെയിൻ. ഈ പോപ്കോൺ ബ്രെയിനിൻ്റെ കാര്യത്തിൽ നമ്മൾ അടിമപ്പെട്ട് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ? ഒന്ന്, പ്രൊഡക്ടിവിറ്റി. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം നമ്മുടെ ടൈമിൻ്റെ ഫുൾഫിൽമെൻറ്റ്, അതേപോലെ തന്നെ നമ്മൾ ടൈമിൽ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം നല്ല കുറവുണ്ടാകും. കാരണം ഇതേപോലെയുള്ള ടൈമിൻ്റെ ഹൈജാക്കിങ് സംഭവിക്കുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന സമയം മറ്റ് രീതിയിലോട്ട് മാറുന്നു. ഉദാഹരണമായിട്ട് സോഷ്യൽ മീഡിയയിലുള്ള എൻഗേജ്മെൻറ്റിലോട്ട് നമ്മൾ മാറുന്നു. സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി. ഈ പോപ്കോൺ മൈൻഡിൽ വരുമ്പോൾ നമ്മൾ ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കില്ല, അല്ലെങ്കിൽ നമുക്കതിന് സാധിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. നമ്മൾ എപ്പോഴും മറ്റൊരു ചിന്തയിൽ നിന്ന് വേറൊരു ചിന്തയിലോട്ട് ഇങ്ങനെ ചാടി പോവും, പോപ്കോൺ പൊട്ടുന്നത് പോലെ. അപ്പോൾ നമുക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, എല്ലാ കാര്യങ്ങളും എല്ലാവരും ഇപ്പോൾ പറയുന്ന ഒരു കംപ്ലയിൻ്റ് ആണ്, എനിക്കൊന്നിലും സമയം കിട്ടുന്നില്ല, കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. നമ്മളിപ്പോൾ രാവിലെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ രാവിലെ കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇറങ്ങുക. അപ്പോൾ നമ്മളെപ്പോഴും മൾട്ടി ടാസ്കിംഗ് ആണ്. ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടുകൊണ്ടാണ് ഒരു ദിവസം നമ്മൾ എണീക്കുന്നതും ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ ഇറങ്ങുന്നതും. അപ്പോൾ മൾട്ടി ടാസ്കിങ് വരുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ, പക്ഷേ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒരുപാടാണ്. അപ്പോൾ മൾട്ടി ടാസ്കിൽ വരുമ്പോൾ ഒരു കാര്യം അവിടെ നടക്കുന്നില്ല. കാരണം എന്താ, നമുക്കൊന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ ഇതുപോലെയുള്ള ടൈം ഹൈജാക്കിംഗ് എല്ലാം സംഭവിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് അങ്ങോട്ട് പോകുന്നു. പിന്നെ ആ കാര്യത്തുമായിട്ട് നമ്മൾ ഒരിക്കലും ബോധേഡല്ല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിനാണല്ലോ ഇറങ്ങിയത് നമ്മൾ ആലോചിക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മുടെ പ്രൊഡക്ടിവിറ്റിയിൽ ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് കുറവുകൾ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടുന്നില്ല. ആ കോൺസെൻട്രേഷൻ കിട്ടാത്തതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടി ടാസ്കിംഗ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ഏറ്റവും നല്ലൊരു എളുപ്പമാർഗ്ഗം മൾട്ടി ടാസ്കിങ്ങിൽ നിന്ന് സിംഗിൾ ടാസ്കിങ്ങിലോട്ട് പോവുക. നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുക. ആ കാര്യം ഒറ്റ കാര്യത്തിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 5 കാര്യം ചെയ്യുന്നതിനേക്കാൾ പെട്ടെന്ന് നമുക്ക് ഒറ്റ കാര്യം ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ സിംഗിൾ കോൺസെൻട്രേഷൻ അവിടെ മാത്രമാണ് കൊടുക്കുന്നത്. മൾട്ടി ടാസ്കിങ്ങിൽ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം, 10 മിനിറ്റ് സമയം മുമ്പിലുള്ളൂ. അപ്പോൾ അവിടെ ഒന്നും നടക്കില്ല.
ഡിസിഷൻ ടേക്കിങ്ങിൽ നമ്മുടെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടാവുക? ഈ ഡിസിഷൻ ടേക്കിങ്ങിൽ വരുന്ന സമയത്ത് നമുക്ക് ഒരു തീരുമാനവും പെട്ടെന്ന് അതിൻ്റേതായ രീതിയിൽ എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ചിലപ്പോൾ തെറ്റിപ്പോയേക്കാം. അത് നേരത്തെ പറഞ്ഞൊരു കാര്യവുമായിട്ട് ലിങ്ക്ഡ് ആണ്. കാരണം നമ്മൾക്ക് സ്ട്രെസ്സും ആങ്സൈറ്റി ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രീതിയാണെങ്കിൽ ചിലപ്പം നമ്മുടെ ഇമോഷൻസ് അതിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ ആ ഡിസിഷൻ എടുക്കുന്നത് തെറ്റാവാനുള്ള സാധ്യതയുമുണ്ട്. റിലേഷൻഷിപ്പ് നമ്മുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയുമായിട്ടും മിങ്കിൾ ചെയ്യുന്ന രീതിയും അല്ലെങ്കിൽ അവരുമായിട്ട് കാത്തു സൂക്ഷിക്കുന്ന ബന്ധം, ഇതിലെല്ലാം ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. കാരണം നേരത്തെ നമ്മൾ അവരുമായിട്ടൊക്കെ സംസാരിക്കാൻ താല്പര്യപ്പെട്ടിരുന്നു എങ്കിൽ ഇങ്ങനെയുള്ള ഈ ഒരു കണ്ടീഷനിലോട്ട് നമ്മൾ എത്തുമ്പോൾ അതിനൊന്നും താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മൈൻഡ് അവിടെ ഒന്നിലും ഒരു സ്ഥിരതായിട്ട് നിൽക്കുന്നില്ല, ഇങ്ങനെ ചാടി പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ കാണുമ്പോഴോ അവരുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലോ നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കാതെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അവിടെ നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള സന്തോഷമാണ് ഇല്ലാണ്ടായി പോകുന്നത്. സന്തോഷമില്ലാണ്ടായി പോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മളിൽ തന്നെ ഒരു ആത്മവിശ്വാസം ഇല്ലാതെ ഉണ്ടാവുക. അതായത് ലാക്ക് ഓഫ് അവിടെ നമുക്ക് ഒന്നിലും ഒരു താല്പര്യം ഉണ്ടാവില്ല. നമ്മൾ ചെയ്യുന്ന കാര്യത്തിലോട്ട് തന്നെ ഒരു താല്പര്യവും ഇല്ലാത്തൊരവസ്ഥയിലോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഡിപ്രഷനിലോട്ട് പോകാനുള്ള സാധ്യത വളരെയേറെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ കാര്യത്തിൽ തന്നെ താല്പര്യമില്ലെങ്കിൽ മുന്നോട്ടുള്ള നമ്മുടെ ജീവിതത്തിലെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങളെല്ലാം ഈ പോപ്കോൺ ബ്രെയിൻ എന്ന് പറയുന്ന ഈ പ്രക്രിയയിലൂടെ നമ്മുടെ മനസ്സിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴുള്ള പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും പോപ്കോൺ ബ്രെയിൻ എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ നിങ്ങളുടെ ഡോക്ടർ ഫരീദ് റഹ്മാൻ. ബൈ.